ഇനി നമ്മൾ മലപ്പുറത്തേക്കൊന്ന് പോകണം. മലപ്പുറം പോത്തുകല്ലിലെ കുറച്ച് കുടുംബങ്ങളുടെ ദുരവസ്ഥയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏത് നിമിഷവും ഒരു വലിയ ദുരന്തം അഭിമുഖീകരിക്കുമെന്ന പേടിയിലാണ് ചില കുടുംബങ്ങൾ കഴിയും. 1-2 കുടുംബമല്ല, 5 കുടുംബങ്ങളുടെ അവസ്ഥയാണിത്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന വലിയ മൺകൂനയ്ക്ക് താഴെയാണ് ഈ കുടുംബങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. അപകടം തൊട്ടയലത്തുള്ളതുപോലെ. ആദിവാസികളുടെ ക്ഷേമത്തിനായി കോടികൾ ചെലവഴിക്കുന്നു എന്ന് സർക്കാർ പറയുമ്പോഴും അതൊന്നും താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മലപ്പുറം പോത്തുകല്ലിൽ നിന്ന് വന്ന കാഴ്ചകൾ. സ്വന്തം ജീവന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് 28ഓളം വരുന്ന ആദിവാസികൾ തെരുവിലേക്കിറങ്ങിയത്. 3 വർഷത്തിലധികമായി ഊര് നിവാസികൾ ജീവന് സംരക്ഷണം ആവശ്യപ്പെട്ട് അധികാരികളുടെ പുറകെ നടക്കുകയാണ്. വാഗ്ദാനങ്ങൾ നൽകുക എന്നല്ലാതെ ഒരു നടപടിയും ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല. ഈ മഴക്കാലത്ത് മണ്ണിടിഞ്ഞ് വീടിന് സമീപത്തേക്ക് എത്തിത്തുടങ്ങിയതോടെയാണ് പ്രതിഷേധവുമായി ഇവർ തെരുവിലേക്കിറങ്ങിയത്. 5 കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. 28ഓളം പേരാണ് ആകെയുള്ളത്. ഇവർ താമസിക്കുന്ന വീടുകൾ അത്രയും ഉപയോഗശൂന്യമാണ്. വീടിൻ്റെ അകത്തൊന്നും താമസിക്കാൻ പറ്റൂല. മഴ പെയ്യുമ്പം റൂമൊക്കെ ആകെ ചോർന്നൊലിക്കുക. കറണ്ട് ഇല്ല. +2-ലും +1-ലൊക്കെ പഠിക്കുന്ന പെങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മഴയ്ക്ക് ബാത്റൂമില്ല. 2010-11 മറ്റേ കെട്ടിയ വീടാണ്. ഓരോ മഴക്കാലത്തും ഊര് നിവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയാണ് പതിവ്. എന്നാൽ മിക്കപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ ടോയ്ലറ്റ് സൗകര്യമോ കുടിവെള്ളമോ ഉണ്ടാകാറില്ലെന്നാണ് ഇവരുടെ പരാതി. അതിനാൽ രാത്രിയിൽ മഴ ശക്തമാകുമ്പോൾ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലിരുന്ന് നേരം വെളുപ്പിക്കാറാണ് ഇവരുടെ പതിവ്. നമ്മളവിടെ 4-5 വീടുണ്ട്. അത് ഭയങ്കര ഭിത്തിൻ്റെ ഒക്കെ അടിയിലാണ്. അത് എപ്പോൾ പൊളിഞ്ഞാടിയ കവളപ്പാറ സംഭവിച്ച മാതിരി സംഭവിക്കും. അപ്പോൾ അത് ഇനി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ സംരക്ഷണം നമുക്ക് വേണം. അതിന് ശരിക്കുള്ള ഉറപ്പ് കിട്ടണം. ഊര് നിവാസികൾ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പോത്തുകല്ല് പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. സുരക്ഷാ ഭിത്തി നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് നടപടികൾ ആരംഭിച്ചതായും 4 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിലാണ് ഊര് നിവാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഈ വിഷയം ഇന്നലെ ചെയ്ത കാര്യങ്ങളും ഇന്ന് കളക്ടർ തന്നെ ഡയറക്റ്റ് മാധ്യമങ്ങളിൽ കത്ത് സാർ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ ഈ പരാതികളും ആ കോളനിയുടെ എല്ലാ വിഷയങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ഗവൺമെൻറ് പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സർക്കാരിന് വേണ്ടി ഞാൻ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇന്നും ഒരു പിടി വാഗ്ദാനങ്ങൾ കേട്ടാണ് 28ഓളം വരുന്ന ആദിവാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയത്. സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകുമെന്നും സംരക്ഷണ ഭിത്തി കെട്ടുമെന്നുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. എന്നാൽ ഇതെല്ലാം എപ്പോൾ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. മലപ്പുറത്ത് നിന്നും ഷഹദ് റഹ്മാൻ, 24. ഈ ഷഹദ് പറഞ്ഞ ഒരു അനിശ്ചിതാവസ്ഥയുണ്ടല്ലോ, അവർക്ക് വേണ്ടത് ഒരു താൽക്കാലിക പരിഹാരമല്ല, ശാശ്വതമായി ഈ പ്രശ്നത്തെ പരിഹരിക്കണമെന്നാണ് ഈ 5 കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. അവരുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. അതിലേക്കാണ് ഇനി പോകുന്നത്. 3 വർഷമായി ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചു നിൽക്കുന്നുണ്ട്. ഇവർ ഓരോരുത്തർ വന്നിട്ട് എന്താ ചെയ്യാന്നറിയോ, അവർ ഇതുപോലെ ഒന്ന് എഴുതി പോവും. പിന്നെ വേറെ ആരെങ്കിലും ഇതുപോലെ വരും, ഇതുപോലെ ഒന്ന് എഴുതി പോവും. ഇത് എഴുതി പോകുക എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രചോദനമില്ല ഇന്നത്തെ ഈ നിമിഷം വരെ. ഞങ്ങൾക്ക് അവിടെ പഠിക്കാനൊന്നും പറ്റുന്നില്ല. വീടെല്ലാം ചോരുന്നുണ്ട്. പിന്നെ ഞങ്ങളെ വീടിന്റെ 6 അടിയാണ് മണ്ണുള്ളത്. മണ്ണ് ഇടിഞ്ഞു വീഴുമ്പോൾ മണ്ണ് ഇങ്ങോട്ട് വന്ന വീടെല്ലാം തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ആ മണ്ണ് വന്ന് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ മണ്ണിന്റെ അടിയിൽ പോകുന്ന ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഇടിഞ്ഞു തുടങ്ങിയിരിക്കണ്. ഇനി കൂടുതലായി പേരക്ക് വന്ന് പേര ഇടിയണ അവസ്ഥയിലാണ് നിൽക്കണേ. അതാണ് തേക്കാത്തൊരു പേരം കൂടി. ഒന്നും ബാത്റൂം ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതിൽ. പിന്നെ പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനൊരു സൗകര്യമില്ല. ആകെ ചോർന്ന് ആകെ ഇതായി കിടക്കണ്.